ലക്കടി ലോക്കൽ കമ്മിറ്റി അംഗവും പഞ്ചായത്ത് മുൻ അംഗവുമായ അനിൽകുമാർ, CATU തൊഴിലാളി വിജയ്ദാസ്, പ്രിൻസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. തിരഞ്ഞെടുപ്പിൽ ലക്കടി പേരൂർ പഞ്ചായത്തിലെ CPMന്റെ കുത്തക വാർഡായ തെക്കുംചെറോട് നഷ്ടപ്പെട്ടതിന്റെ ഉത്തരവാദിത്തം സുരേന്ദ്രനാണെന്ന് ആരോപിച്ചായിരുന്നു അക്രമമെന്ന് പോലീസ് പറഞ്ഞു. ഞാനാണ് വാർഡ് തോൽപ്പിച്ചെന്നുള്ള ഒരവയ്ക്കാതെ ഇങ്ങനെ കുറേ ദിവസങ്ങളായിട്ട് പല ആളുകളും നിലവിലുള്ള ആളുകൾ പറഞ്ഞിട്ട് ഞാൻ അറിയുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പാർട്ടിക്ക് എൻ്റെ കുടുംബം എൻ്റെ വൈഫടക്കം ബാങ്കിൽ ജോലിയുള്ളതാണ്. ഈ പാർട്ടി തന്നെ ജോലി ചെയ്തത്. ഈ പാർട്ടിക്കെതിരായിട്ട് ഭാഗത്ത് പറയാനോ ഈ പാർട്ടിക്ക് ഒരു തരത്തിലും പാർട്ടിയെ മോശപ്പെടുത്താനോ ഞാൻ പാർട്ടിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കണം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രി മംഗലം തെക്കുംചെറോട് റോഡിലെ ക്വാറിക്ക് സമീപം വെച്ചായിരുന്നു ആക്രമണം. സുരേന്ദ്രൻ ബൈക്കിൽ വീട്ടിലേക്ക് പോകുന്നതിനിടെ മുഖംമൂടി അണിഞ്ഞ 4 അംഗ സംഘം തടഞ്ഞു നിർത്തി ഇരുമ്പു പൈപ്പ് കൊണ്ട് ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് കേസ്. കൈക്കാലുകൾക്ക് സാരമായി പരിക്കേറ്റ സുരേന്ദ്രൻ വാണിയകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കാലങ്ങളായി കൈവശമുണ്ടായിരുന്ന തെക്കുംചെറോട് വാർഡ് നഷ്ടപ്പെട്ടതിന് ഉത്തരവാദി താനാണെന്ന് ചിലർ പ്രചരിപ്പിച്ചതായും ഇവരാണ് ആക്രമണത്തിന് പിന്നിലെന്നുമായിരുന്നു സുരേന്ദ്രന്റെ മൊഴി. നമുക്ക് കിട്ടിയ ഒരു ഇതാണ്. പാർട്ടിയിൽ ഒരു തരത്തിലും ബാധകമല്ല. അതൊക്കെ വ്യക്തികൾ തമ്മിലുള്ള ചില ആളുകളുടെ പ്രശ്നങ്ങളാണ്. തിരഞ്ഞെടുപ്പിൽ CPMന് ലക്കടിയിൽ മികച്ച വിജയം നേടാൻ കഴിഞ്ഞെങ്കിലും ശക്തി കേന്ദ്രത്തിലെ പരാജയം തിരിച്ചടിയായി മാറിയിരുന്നു. ഇത്തവണ ഇവിടെ മുസ്ലിം ലീഗാണ് വിജയിച്ചിരുന്നത്. മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.